ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് വറുത്തരച്ച മഷ്റൂം കറിയാണ് കേട്ടോ. അതായത് നമ്മുടെ കൂണ് കറി. ഇത് നാടൻ കൂണല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങില്ലേ ആ കൂണാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ആ പാടുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്നിട്ട് ചെറുതായിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കിയിട്ടില്ലേ കൂണ് നമ്മളിതേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. സവോളയേക്കാൾ നല്ലത് ചെറിയുള്ളി അരിഞ്ഞതാട്ടോ. ഞാൻ ഇതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സവോള ഇടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്രയും ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം വേവിക്കാൻ വെക്കുക. ഇതിപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ അതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. എൻ്റെ ഇതിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ തേങ്ങ നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ആ പൊടി ഇടുന്ന സമയത്തുള്ള ആ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് മിസ്സായിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേണ്ട ഈ ചട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പെരുംജീരകം, കറിവേപ്പില, ചെറിയുള്ളി ഇത്രയും, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് എപ്പോഴും വറുക്കരുത്, കാരണം ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് രുചിയിൽ നമ്മൾ കിട്ടില്ല കേട്ടോ. അപ്പം നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ ഞാൻ പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി മീറ്റ് മസാലയും കൂടി ഇട്ട് നല്ലോണം വറുത്തിട്ട് തേണ്ട ഈ പരുവാവുന്ന സമയത്ത് ഓഫാക്കി വെച്ചു കേട്ടോ. കറി കഴിഞ്ഞ് നല്ലോണം തള വന്നിട്ടുണ്ട്, ഒരു വേവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് നമ്മൾ വേണ്ട ആ അരപ്പൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും കേട്ടോ. ഈ അരപ്പ് നമുക്കിനി കറിയിലേക്ക് ചേർക്കാം. പിന്നെ ആ ജാറിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമ്മളിതേ കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇട്ടൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു ലേശം കുരുമുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും കൂടി ഇട്ടൊന്നും കൂടി ഇളക്കി നമ്മുടെ അതിനകത്ത് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ആ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും ഉണ്ട് ഇപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് പിന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇപ്പം നമ്മുടെ ഇതിനകത്തേക്ക് കറിക്ക് വേണ്ട താളിപ്പ് നമുക്ക് തയ്യാറാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൂൺ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, വറുത്തരച്ച കറി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിനും ചോറിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.